ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബോർഡും എഴുതി വെക്കുക, ലഹരി വേണ്ട, അരുത് ലഹരി, ബോർഡും എഴുതി വെക്കുക. ലഹരി വേണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? ഇല്ല? നിങ്ങളൊന്നും മുണ്ടൊന്നുമില്ല. നിങ്ങൾ ഭയങ്കര കേട്ടോ. ശരിക്കും ഇങ്ങനെ ഒരു മനുഷ്യനെ നോക്കിയാലും ഞാനിങ്ങനെ ഷാഹിദിനെല്ലാം ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. നിങ്ങളിങ്ങനെ ആ ചങ്ങായിനെ ഇങ്ങനെ നോക്കിയിട്ട് മൂപ്പർ എങ്ങനെ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. നിങ്ങളിങ്ങനെ നോക്കറ കേട്ടോ, ഒരു മനുഷ്യന് കുറച്ചും കൂടി മയത്തിൽ നോക്കണം. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലെല്ലാം കൃത്യമായിട്ട് ഉത്തരമെല്ലാം പറയണം. അതല്ലേ അതിൻ്റെ ഒരു രീതി. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളോട് നമ്മൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പഠിക്കുന്നതെങ്കിലും എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടോന്നാ? യെസ് ഓർ നോ? ലഹരി ഉണ്ടാ? ഇല്ല? ഇല്ല. വെരി ഗുഡ്. എന്നാ ഒരു സ്വകാര്യം പറയട്ടെ, ലഹരി ഇല്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഇല്ലേ, എങ്ങനെങ്കിലും അങ്ങ് മരിച്ചാലാണ് നിങ്ങൾ. കാരണം എന്താ പറയുക, മനുഷ്യന് ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങളേക്കും പിന്നെന്ത് പൊട്ടനാ ചങ്ങായി എന്ന് മൈക്കേട്ട് ഒന്നും വിളിച്ചു പറയാ. അതിനാദ്യം ലഹരി എന്താണെന്ന് അത് നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എന്തെന്ന് പഠിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന ഓരോ വാക്കും ദിവസവും പഠിച്ചോളണം. ലഹരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു വസ്തു, ഏതെങ്കിലും ഒരു പദാർത്ഥം കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ആ വസ്തു വീണ്ടും വീണ്ടും കാണാനും വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും തോന്നുന്നുണ്ട് എങ്കിൽ ആ വസ്തുവാണ് ലഹരി, ആ പദാർത്ഥമാണ് ലഹരി, ആ സാധനമാണ് ലഹരി. അങ്ങനെ ഒരു ലഹരി നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം കാണണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല? ഒന്നുമില്ല. പിന്നെ നിങ്ങൾ എന്ത് ലക്ഷ്യബോധം നിങ്ങൾക്ക് ഉള്ളത്? രാവിലെ എണീക്കുമ്പോൾ ചായ കുടിക്കണം എന്ന് തോന്നുന്നുണ്ടാ? അങ്ങനെ ഞങ്ങൾ ചായ ലഹരിയാണ്. ക്രിക്കറ്റ് കളിക്കണം എന്ന് തോന്നുന്നുണ്ടാ? അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റാണ് ലഹരി. ഫുട്ബോൾ കാണണം എന്ന് തോന്നുന്നുണ്ടാ? അങ്ങനെയാണെങ്കിൽ ഫുട്ബോളാണ് ലഹരി. ഇനി പുസ്തകം ഇങ്ങനെ പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കലാണ് ലഹരി. അതെന്തായാലും ഉണ്ടാവില്ല. ബാപ്പനെ കാണണം എന്ന് തോന്നുന്നുണ്ടാ? ബാപ്പനെ കാണണം തോന്നുന്നുണ്ട്, ബാപ്പയാണ് ലഹരി. ഉമ്മേനെ കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉമ്മയാണ് ലഹരി. ഈ ഉപ്പാക്കും ഉമ്മാക്കും മക്കളെ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മക്കളാണ് ലഹരി. അതുകൊണ്ട് ആ പോലീസിന്റെ മുദ്രാവാക്യത്തിൽ പറയുന്ന ജീവിതമാകണം ലഹരി, ജീവിതമാണ് ലഹരി. അപ്പൊ ലഹരി വേണ്ടാന്ന് ബോർഡ് വെക്കാൻ പറ്റുമോ നമുക്ക്? ഇപ്പൊ പലയിടത്തും ലഹരി വേണ്ടാന്നുള്ള ബോർഡ് കാണുന്നുണ്ടായാൽ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ചർച്ച ചെയ്യണ്ട. നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്താ? പിന്നെ എന്ത് വിദ്യാഭ്യാസം നമുക്ക്? അവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ വേണ്ടാത്ത ഓരോ സാധനം. നല്ല രസമാണ് ലഹരി വേണ്ട, അപ്പം നമ്മളെല്ലാം വേണ്ട ലഹരി. നോർമലി നമുക്ക് ലഹരി വേണ്ടേ? ജീവിതം ലഹരിയായിട്ടില്ല എങ്കിൽ നമ്മൾ മരിച്ചു, നശിച്ചു പോവും. പഠിപ്പ് ലഹരിയാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും പാറി പറന്ന് നടക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിനെ ലഹരിയാക്കുവാൻ നമ്മളെ മക്കളെ പ്രാപ്തരാക്കേണ്ടത് ആരാണ്? നിങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും റോളുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വീട്ടിലേക്ക് വരാൻ തോന്നാത്തത് കൊണ്ടാണ് മക്കൾ നശിച്ചു വന്നത്. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് A+ പടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേലുള്ള കലക്ടറായിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളും കലക്ടറാവണമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഈറ്റകളെ ഉപദ്രവിക്കുമ്പോഴാണ് ഈറ്റകളെ ശത്രുവായിട്ട് നമ്മൾ മാറുന്നത്. അതുകൊണ്ട് പഠനം എന്ന് പറയുന്നത് ഒരു ബേർഡൻ ആവരുത്, ഒരു ബുദ്ധിമുട്ടാവരുത് നമ്മളെ മക്കൾക്ക്. വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഒരു കുട്ടിയും ക്രൂശിക്കപ്പെടരുത്. അവിടെ ശരിക്കും എനിക്ക് തോന്നുന്നറിയോ, പള്ളിയിലെ ഉസ്താദിനും ശരിക്കും ഗാസിക്കലും കൃത്യമായ റോൾ എന്താണെന്നറിയോ? നമ്മളെ സമൂഹത്തിലെ സകല മനുഷ്യന്മാരെ അറിയുന്ന രണ്ട് വ്യക്തികളത്. ശരിയാണോ തെറ്റാണോ? ഈ മദ്രസയിലുള്ള അധ്യാപകന് ഈ സമൂഹത്തിലെ എല്ലാ കുട്ടികളെയും അറിയാൻ പറ്റൂലേ? ആ കുട്ടികളുടെ ടാലന്റ്, അവൻ സംഗീതത്തിലാണോ, അവൻ എഴുത്തിലാണോ, അവന് വായനയിലാണോ, അവൻ ഏതിലാണ് ടാലന്റ് എന്ന് അച്ഛനേക്കാൾ അമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഒരു അധ്യാപകനാണ്. മദ്രസാധ്യാപകൻ ചെറുപ്പത്തിൽ തന്നെ അത് മനസ്സിലാവും. ആ രീതിയിൽ ആ ചെറുപ്പത്തിൽ തന്നെ അവനെ സെലക്ട് ചെയ്തിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ലഹരി, അല്ലെങ്കിൽ ഓൻ പറയുന്ന എഴുത്താണ് ലഹരി എങ്കിൽ ആ എഴുത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നമുക്ക് പിടിച്ചാൽ കിട്ടുമോ? അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന് നമ്മൾ ആരെങ്കിലും മുതിർന്ന? നിങ്ങളെ മക്കൾ നല്ലോണം ചിത്രം വരക്കുമെങ്കിൽ നിങ്ങൾ കുട്ടീനെ ചിത്രത്തിലേക്ക് ഇതുവരെ തിരിച്ചു വിട്ടിട്ടുണ്ടാ? നിങ്ങൾ പറയുന്നത് എന്താ പറയുക, ചിത്രം വരച്ചിട്ട് എന്താ കിട്ടുക? നിങ്ങളെ കുട്ടി നല്ലോണം പാട്ട് പാടുമെങ്കിൽ പാട്ട് പഠിച്ചിട്ട് എന്താ കിട്ടുക? അപ്പുറത്തോനെ നോക്ക് എന്ന് പറയുന്ന ആ രീതിയിലേക്ക്, ഏതെങ്കിലും ശമ്പളത്തിന്റെ സ്കെയിലിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് നമ്മൾ മക്കൾ തകർന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മളെ മക്കളെ ഇന്നു മുതൽ ലഹരിയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്താൻ
ശരിയായ ലഹരിയുടെ ലോകത്ത് കൈപിടിച്ച് നടത്തുവാൻ കഴിയുന്ന രക്ഷാകർത്താക്കളായി നിങ്ങൾ മാറണം. ഇനി അതൊന്നല്ല ഇവിടുത്തെ വിഷയം. കാസർഗോഡ് മഹല് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ഞങ്ങൾ വായിച്ചിട്ടുണ്ടത്. കാസർഗോഡ് മഹലിന്റെ പ്രസ്താവന വായിച്ചിട്ടുണ്ടാ? കാസർഗോഡ് മഹലിന്റെ പരിധിയിലുള്ള ഏതെങ്കിലും ഒരാൾ ലഹരി വസ്തു ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യനെ ആ മഹലിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രസ്താവന പുറപ്പിച്ചിട്ട് എല്ലാ ആളുകൾക്കും വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡുള്ള കുറെ മഹലുകൾ. ഇവിടുത്തെ മഹലിന് ആ ഗതികേട് വന്നിട്ടില്ല ഇതുവരെ. വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് പറ. പ്രതീക്ഷിക്കണം. നമ്മൾ കൊറോണ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, നോർമൽ ഉണ്ട് നിങ്ങൾക്ക്? അത് ചൈനയിലെ വുഹാനിലാ വന്നേന്ന് പറഞ്ഞ് കുത്തിരിക്കും നമ്മൾ. ഇവിടെ അല്ല എന്ത് കൊറോണ, വുഹാനിലാ. ഒലിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രാർത്ഥനയോട് കൂടി ഇങ്ങനെ നിന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറെ എവിടെയാ, ഡൽഹിയിൽ എവിടെയാ വന്ന്, ബോംബെയിൽ എവിടെയാ ആദ്യം വന്ന്, പിന്നെ കേൾക്കുന്ന കോഴിക്കോട് വന്ന്, പിന്നെ കേൾക്കുന്ന തിരുവള്ളൂർ വന്ന്, പിന്നെ നോക്കുമ്പോൾ നമ്മളെ കണ്ടത്തിൽ വന്ന്, പിന്നെ റോഡും വീടും എല്ലാം പൂട്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നപ്പോഴാണ് ചൈനയിലുള്ള കൊറോണ എന്ന് പറയുന്ന സാധനം ഒരു 2 ദിവസം കൊണ്ട് വെടിയെത്തി എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായത്. ശരിയാണോ തെറ്റാണോ? അതേപോലെ തന്നെയാണ് കാസർഗോഡ് മഹലിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ആ തീരുമാനം ഉമ്മക്കും കൂടി എടുക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കേണ്ടുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെ ഈ മഹലിലെ ആളുകളെ നമുക്ക് പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയോ നിങ്ങൾ? കേരളത്തിന്റെ മണ്ണിൽ ഈ കൊറോണയ്ക്ക് ശേഷം ഭീകരനായ 1-2 ലഹരി വസ്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. തിരുവള്ളൂരുണ്ട്, ഈ പെരുവയലുണ്ട്, ഈ വേളത്തുണ്ട്. സംശയമൊന്നും വേണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല നമുക്ക് ഒരു തരത്തിലും. ഇതിന് മണവും ഇല്ല, രുചിയും ഇല്ല, ഗന്ധവും ഇല്ല, ഒരു സംഗതിയും ഇല്ല. മക്കളൊക്കെ സന്തോഷമാവും മാറാൻ പോലും. നിങ്ങളത് ഉപയോഗിക്കാറുണ്ടാ? അത് ഉപയോഗിച്ചാൽ ഒരു പ്രത്യേകത എന്താ പറയുക? നമ്മളിപ്പോൾ ലഹരി എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ലഹരി ഇല്ല എന്ന് എന്നോട് പറഞ്ഞത് നേരത്തെ? എനക്കില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തെന്നാ ഇല്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ വിചാരിച്ച സിഗരറ്റ്, നിങ്ങൾ വിചാരിച്ച പാൻഡ്രാഗ്, നിങ്ങൾ വിചാരിച്ച കള്ള്, ഇതൊക്കെ ഞങ്ങൾ വിചാരിച്ച കഞ്ചാവ്, അതൊക്കെ ഭീകരം തന്നെ. സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഹൃദയമുള്ള എനിക്ക് സിഗരറ്റ് വലിക്കുന്ന കണ്ടിരിക്കാൻ പറ്റൂല. അല്ല, നിങ്ങൾ ലഹരി, നിനക്കത് വിട്ടു കേട്ടോ. നിങ്ങൾ ലഹരി ഉണ്ടോ, നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ലഹരി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല. ആരും പറഞ്ഞില്ല. കാണണം, മാന്തണം, തോണ്ടണം എന്ന് തോന്നിയൊരു സാധനം ഉണ്ട് ഇവിടെ. എന്തേനും അത്? യെസ്, മൊബൈൽ ഫോൺ. അവിടെയാണ് വിഷയം. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ കയ്യിലേക്ക് കൊടുത്ത മൊബൈൽ ഫോണാണ് ലോകത്ത് ഏറ്റവും ഭീകരനായിട്ടുള്ള ലഹരിയായിട്ട് മാറിയത്. പക്ഷെ ഈ മക്കൾ പറയുന്നത് കേട്ടിട്ട് നമ്മളെല്ലാം പറയുന്നത് എന്താണ്? മക്കൾ പറയാൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം സത്യമാണ്. പക്ഷെ ആ പഠനത്തോടൊപ്പം ലോകത്ത് ഏറ്റവും വൃത്തികെട്ട സാധനം അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം ആർക്കാ വേണ്ടത്? ആ കൊടുക്കുന്ന രക്ഷാകർത്താക്കൾക്ക്. അതുണ്ടോ നിങ്ങൾക്ക്? അവിടെയാണ് നിങ്ങളും ഞാനും പരാജയപ്പെടുന്നത്. അപ്പൊ ഈ വിഷയം വിദ്യാഭ്യാസവും ലഹരിയും ഇതൊക്കെ കൂട്ടി പണഞ്ഞ് കിടക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുമ്പോൾ ഈ സാധനം ഓല കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഇതൊരു ഭീകര സാധനമാണ് കൊടുക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ രണ്ടാമത് വീണ്ടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന്. മജ്ജി മാംസമുള്ള മനുഷ്യൻ ഗാന്ധിജി ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു വാക്കുണ്ട് കേട്ടാ. ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ മനുഷ്യനെ കീഴടക്കുന്ന നിമിഷം വന്നാൽ ആ മനുഷ്യൻ, ആ സമൂഹം ഇഡിയറ്റ്സ് ആയി മാറുന്ന ഈ ഐൻസ്റ്റീൻ പറഞ്ഞത്. അതായത് ഈ സാധനം തോണ്ടണം, മാന്തണം, അതിനപ്പുറത്തേക്ക് വേറൊന്നും വേണ്ട എന്ന് മൊബൈൽ ഫോൺ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാം ഭ്രാന്തനായി മാറുമെന്ന ആര് പറഞ്ഞത്? ഐൻസ്റ്റീൻ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മളെ മന്ത്രി ഇപ്പം പറഞ്ഞത്. ജൂൺ 1-ാം തീയതി അദ്ദേഹം പറഞ്ഞ പ്രസ്താവന അതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? കേരളത്തിൽ 2 കൊല്ലത്തെ മൊബൈൽ ഫോൺ പഠനത്തിലൂടെ കേരളത്തിൽ 30% കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഭ്രാന്തായി മാറിയിട്ടുണ്ട്. നിങ്ങൾ അറിയോ അത്? ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വിദ്യാഭ്യാസത്തിന്റെ ആധുനിക പ്രസക്തി എന്നുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ വിദ്യാഭ്യാസം നടത്തുന്ന ആധുനിക ലോകത്ത് നമ്മളെ മക്കൾ നിലനിന്ന് കിട്ടണ്ടേ? ആദ്യം മക്കൾ ജീവനോടെ നിൽക്കണ്ടേ? കേരളത്തിൽ 30% സ്കൂൾ കുട്ടികൾക്ക് ഭ്രാന്ത്, അല്ല മൊബൈൽ അഡിക്ഷൻ എന്നാ അതിന്റെ വാക്ക് കേട്ടാ. ഞാൻ ഭ്രാന്ത് എന്ന് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ. അഡിക്ഷൻ എന്നാ പറയാ. 32% കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ട്, സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റുമോ? 2022 ഇവിടുത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ 12 വയസ്സുള്ള കുട്ടി ലഹരിയുടെ ലോകത്തേക്ക് പിച്ച വെച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എനക്കും ഇവിടെ ഇരിക്കാൻ കഴിയുമോ?
അപ്പൊ എല്ലാം കൂട്ടിക്കിടഞ്ഞ്, അതുകൊണ്ടാണ് പറയുന്നത് നിയന്ത്രിക്കപ്പെടേണ്ട സമയത്ത് നമ്മൾ മക്കളെ നിയന്ത്രിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങളും ഞാനും ജാഗരൂകനായിട്ട് ഇരിക്കേണ്ട കാലഘട്ടം തുടങ്ങിയിട്ടുണ്ട്.